ഞങ്ങളെ കണ്ണിൽ ഈ രാജ്യത്ത് രണ്ട് തരം പൗരന്മാരേ ഉള്ളൂ. ഒന്ന് ഈ രാജ്യത്തെ നിലവിൽ RSSകാർ, മറ്റൊന്ന് നാളെ ഈ RSSലേക്ക് ചേരേണ്ടവർ. അല്ലാത്ത ആരുമില്ല മാധു ഈ ലോകത്ത്. ശിവപ്രസാദ് ചോദിച്ചതുപോലെ ഇത് ദേശഭക്തി ഗാനമാണോ, ഇത് ഗണഗീതമാണോ, അതോ ഇത് സ്കൂളിന്റെ ഒഫീഷ്യൽ ഗാനമാണോ തുടങ്ങിയ ഇടങ്ങളിലൊക്കെ പറഞ്ഞു വരുമ്പോൾ ഒരേ വിചാരമുള്ളവർക്കിടയിൽ തന്നെ പിഴച്ചു പോകുന്നുണ്ട്. ഒരു വിദ്യാലയത്തിലെ കുട്ടികൾക്ക് ദേശഭക്തി തുളുമ്പുന്ന ഗാനം അവർ പഠിപ്പിക്കുന്നതിൽ എന്തിനാണ് നമ്മൾ അസ്വസ്ഥരാകുന്നത്? അതിന്റെ പേരിൽ എന്ത് നടപടിയാണ് മാധു നമ്മൾ തുടക്കാൻ വേണ്ടി പോകുന്നത്? ആരെയാണ് പേടിപ്പിക്കുന്നത്? ഇവിടെ ഞങ്ങളെ കണ്ണിൽ ഈ രാജ്യത്ത് രണ്ട് തരം പൗരന്മാരേ ഉള്ളൂ. ഒന്ന് ഈ രാജ്യത്തെ നിലവിൽ RSSകാർ, മറ്റൊന്ന് നാളെ ഈ RSSലേക്ക് ചേരേണ്ടവർ. അല്ലാത്ത ആരുമില്ല മാധു ഈ ലോകത്ത്. രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിൽ എത്ര പേർ ഭരിക്കുന്നു? എത്ര സംസ്ഥാനങ്ങൾ? ആരാണ് രാജ്യത്തിലെ രാഷ്ട്രപതി? ആരാണ് ഉപരാഷ്ട്രപതി? ഇതിന് പ്രശ്നം എന്താണെന്നറിയാമോ? അങ്ങ് വളരെ ഭാവനാസമ്പുഷ്ടമായി പറഞ്ഞതാണെങ്കിലും നിങ്ങൾക്ക് മുന്നിൽ ഈ രാജ്യത്ത് രണ്ടു തരം പൗരന്മാരുണ്ട്. RSSലേക്ക് വരേണ്ടവരെന്നും RSSലേക്ക് ഇപ്പോൾ RSSലുള്ളവരും ഇനി RSSലേക്ക് വരേണ്ടവരുമാണ് എന്ന് നിങ്ങൾ പറയുമ്പോഴും നിങ്ങൾക്ക് മുന്നിൽ ഈ രാജ്യത്ത് രണ്ടു തരം പൗരന്മാരുണ്ട്. പക്ഷേ ഇന്ത്യക്ക് ഒരൊറ്റ പൗരനേ ഉള്ളൂ, ഒരേ തരം പൗരന്മാരേ ഉള്ളൂ. എല്ലാവരും ഈക്വലാണ് ബിഫോർ ലോ. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ന്യായീകരിക്കാനും നിങ്ങളുടെ ഇഷ്ടത്തിന് ഡിഫൈൻ ചെയ്യാനും രണ്ടു തരം പൗരന്മാരുണ്ട്.